ജില്ലയിൽ ഇത്തവണ രേഖപ്പെടുത്തിയ ഉയർന്ന പോളിംഗ് ശതമാനം സാധാരണ കണക്കുകൾക്കപ്പുറം ശക്തമായ രാഷ്ട്രീയ സൂചനകളാണ് നൽകുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് വോട്ടിംഗ് ഉയർന്നത് 3 മുന്നണികളിലും ഒരേ സമയം പ്രതീക്ഷയും ആശങ്കയും കൂട്ടിയിരിക്കുന്നു. 7 സീറ്റ് വരെ UDF പ്രതീക്ഷിക്കുമ്പോൾ മുഴുവൻ സീറ്റും നേടുമെന്നതാണ് LDF കണക്കുകൂട്ടൽ. ചാത്തന്നൂർ സീറ്റിലാണ് NDA പ്രതീക്ഷ. കൊല്ലം ജില്ലയിലുടനീളം നടന്ന കടുത്ത പ്രചാരണ പോരാട്ടം വോട്ടിംഗ് ശതമാനത്തിൽ വ്യക്തമായി പ്രതിഫലിച്ചു. ജില്ലയിലെ അന്തിമ കണക്ക് വന്നപ്പോൾ 76.29% പോളിംഗ്. കരുനാഗപ്പള്ളിയിലാണ് ജില്ലയിലെ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത്, 78.82%. ഏറ്റവും കുറവ് പുനലൂരിലും 70.99%. 11 മണ്ഡലങ്ങളിൽ 9 സീറ്റുകൾ കൈവശം വച്ചിരിക്കുന്ന LDF നഷ്ടമായ കുണ്ടറയും കരുനാഗപ്പള്ളിയും തിരികെ പിടിക്കാനുള്ള ആത്മവിശ്വാസത്തിലാണ്. ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയ മണ്ഡലങ്ങളാണ് ഇവയെന്നത് ഇടത് ക്യാമ്പിന് വലിയ പ്രതീക്ഷ നൽകുന്നു. സർക്കാരിനെതിരെ പൊതുവികാരമുണ്ടെന്ന വിലയിരുത്തലുകൾ നിലനിൽക്കുമ്പോഴും അത് MLA-മാരെ ബാധിക്കില്ലെന്ന ഉറച്ച വിശ്വാസത്തിലാണ് LDF നേതൃത്വം. കൂടാതെ പരമ്പരാഗത വോട്ടുകൾ ഉറപ്പാണെന്നും ന്യൂനപക്ഷ വോട്ടുകളിൽ കൂടി നേട്ടം ഉണ്ടാകുമെന്നുമാണ് അവരുടെ കണക്കുകൂട്ടൽ. അതേസമയം ഭരണവിരുദ്ധ വികാരം ഇത്തവണ തരംഗമായി മാറിയെന്ന് UDF ശക്തമായി അവകാശപ്പെടുന്നു. തീരദേശ മേഖലകളിലും ന്യൂനപക്ഷ സ്വാധീനം കൂടുതലുള്ള ബൂത്തുകളിലും കനത്ത പോളിംഗ് രേഖപ്പെടുത്തിയതാണ് അവരുടെ ആത്മവിശ്വാസത്തിന് അടിസ്ഥാനം. SIR-ന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പായതിനാൽ വോട്ടർമാരുടെ ശക്തമായ സാന്നിധ്യം പല കേന്ദ്രങ്ങളിലും ദൃശ്യമായിരുന്നു. കൊല്ലം, ചവറ, കുന്നത്തൂർ മണ്ഡലങ്ങളിൽ വ്യക്തമായ മുന്നേറ്റം ഉണ്ടാകുമെന്നും നിലവിലെ മന്ത്രിമാരടക്കം ശക്തരായ സ്ഥാനാർത്ഥികൾ പോലും ഈ തരംഗത്തിൽ പതറാമെന്നും UDF വിലയിരുത്തുന്നു. 9 സീറ്റുകൾ വരെ നേടാൻ കഴിയുമെന്ന അവകാശവാദവും അവർ ഉയർത്തുന്നു. NDA-ക്കും ഇത്തവണ കൂടുതൽ ആത്മവിശ്വാസമാണുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടു ശതമാന വർധന തുടർന്നാൽ ചാത്തന്നൂർ മണ്ഡലം പിടിക്കാനാകുമെന്നാണ് അവരുടെ പ്രധാന കണക്കുകൂട്ടൽ. കൂടാതെ കുന്നത്തൂർ, കരുനാഗപ്പള്ളി, കൊട്ടാരക്കര മണ്ഡലങ്ങളിൽ നിർണായക സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന വിലയിരുത്തലും NDA ക്യാമ്പിനുണ്ട്. ഉയർന്ന പോളിംഗ് ശതമാനം 3 മുന്നണികളും തങ്ങളുടെ അനുകൂലമായി വ്യാഖ്യാനിക്കുമ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർക്ക് പോലും കൊല്ലത്ത് ഇത്തവണ ഫലം പ്രവചിക്കാൻ കഴിയാത്ത വിധമാണ്. അമൃത ന്യൂസ്, കൊല്ലം.